ഫാറോസ് ബൈബിൾ സ്കൂളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പിരിറ്റ് ലെഡ് മിനിസ്ട്രി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷ, ഈ ഒരു സബ്ജക്റ്റാണ് നാം ഈ ഒരു മാസത്തോളമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ഒരു എഫക്റ്റീവായ ശുശ്രൂഷകനായിരിക്കാൻ യേശുവിൻ്റെ കൂടെ നടക്കണമെന്നും യേശുവുമായി വ്യക്തിപരമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവുമായി നടക്കണമെന്നും പരിശുദ്ധാത്മാവിൽ നിറയണമെന്നും നിറഞ്ഞ് ഒഴുകണമെന്നും ഇതൊക്കെ നാം പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചു. എന്നാൽ ഈ പഠിച്ചതൊക്കെ ഒരു തിയറി ആയിട്ട് മാത്രം ഇരുന്നാൽ നമുക്കൊരു എഫക്റ്റീവ് ശുശ്രൂഷകനായിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരു കാർ ഡ്രൈവിങ്ങിന് അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് പോകുമ്പോൾ മിക്കപ്പോഴും ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു കാറിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറിയിരുന്നാൽ നമുക്ക് ക്ലച്ച് ചവിട്ടാം, ഗിയർ മാറാം, വണ്ടി ഓടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ വണ്ടി ഓടുന്നില്ല. അതിനകത്ത് നമുക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹം അതെല്ലാം പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. കുറെ കഴിയുമ്പോൾ ആ ഇൻസ്ട്രക്ടർ ഇല്ലാതെ തന്നെ നമുക്ക് അതിനകത്തിരുന്ന് കാർ ഓടിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനകത്ത് ഇരുന്ന് തന്നെ ആ ഷോറൂമിനകത്ത് ഇരുന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് തോന്നും നമ്മൾ ഇത്ര പെട്ടെന്ന് കാർ ഓടിക്കാൻ പഠിച്ചല്ലോ എന്ന്. ഇത്ര ഈസി ആയിരുന്നോ കാർ ഓടിക്കാൻ എന്ന് തോന്നും. എന്നാൽ ഒരു കാറുമായി നിങ്ങളെ റോഡിലേക്ക് ഇറക്കി വിടുമ്പോൾ, തിരക്കേറിയ ഒരു റോഡിലേക്ക് ഇറക്കി വിട്ടാൽ നിങ്ങൾ എങ്ങനെ ആ തിരക്കിനെ ഫേസ് ചെയ്യും? ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ എങ്ങനെ ഫേസ് ചെയ്യും? സിഗ്നൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതൊന്നും നിങ്ങൾ പഠിച്ച തിയറി കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടിയേ തീരും. നിങ്ങൾ എന്നും ആ ഇരിക്കുന്ന വണ്ടിയുമായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു എക്സ്പെർട്ട് ഡ്രൈവർ ആകാൻ കഴിയില്ല. നിങ്ങൾക്കൊരു പക്ഷേ ലൈസൻസ് കിട്ടുമായിരിക്കും. എന്നാൽ ഒരു എക്സ്പെർട്ട് ഡ്രൈവർ ആകണമെങ്കിൽ നിരത്തിലിറങ്ങിയേ തീരത്തുള്ളൂ, റോഡിൽ ഇറങ്ങിയേ കഴിയത്തുള്ളൂ. പല തട്ടലും മുട്ടലുകളും ഒക്കെ ഏറ്റെങ്കിലേ മതിയാവത്തുള്ളൂ. ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകാതിരിക്കാം. പലതും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു. അല്ലെങ്കിൽ എൻ്റെ റോൾ ഒരു ഇൻസ്ട്രക്ടറുടെ ആണ്. കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു, കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു, കുറേ തിയറി നമ്മുടെ അകത്തുണ്ട്. എന്നാൽ ഈ തിയറി കൊണ്ട് നമുക്കൊരു എഫക്റ്റീവ് ശുശ്രൂഷകനാകാൻ പറ്റില്ല. ഈ തിയറി കൊണ്ട് മാത്രം നമുക്ക് വിജയകരമായ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാൻ കഴിയില്ല. അതിന് നാം ഇത് ഫേസ് ചെയ്തേ കഴിയത്തുള്ളൂ, നാം ഇറങ്ങിയേ തീരത്തുള്ളൂ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്, ഇന്ന് നാം ചിന്തിക്കുന്നത്, ഈ അവസാന ക്ലാസ്സിൽ നമുക്ക് അഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കാം. അഭിഷേകത്തെ എങ്ങനെ നിലനിർത്താം, നമുക്ക് ലഭിച്ച അഭിഷേകത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന കാര്യങ്ങളോട് ചിന്തിച്ച് നമുക്ക് ഈ സ്പിരിറ്റ് ലെഡ് മിനിസ്ട്രി എന്ന സബ്ജക്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്ന
ഒരു വിഷയമാണ്, ഒരിക്കലും അവസാനിക്കാത്ത വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല. എന്നാലും നമ്മുടെ സമയപരിമിതി മൂലം നാം ഇവിടെ ഈ ക്ലാസ്സോടുകൂടെ ഈ സബ്ജക്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഏത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാകട്ടെ, ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാകട്ടെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്തെടുക്കണമെങ്കിൽ അനോയിന്റിങ് കൂടിയേ തീരും. അഭിഷേകമില്ലാതെ, നിറഞ്ഞൊഴുകുന്ന ഒരു ആത്മനിറവില്ലാതെ, ഒരു അഭിഷേകമില്ലാതെ നമുക്ക് ജയകരമായ ഒരു ജീവിതം, ഒരു ശുശ്രൂഷ പൂർത്തിയാക്കാൻ കഴിയത്തില്ല. അഭിഷേകമില്ലാതെയും നമുക്ക് വചനം പഠിപ്പിക്കാം, വചനം പ്രസംഗിക്കാം. എന്നാൽ അഭിഷേകമില്ലാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ ആ പഠന പരമ്പര നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അഭിഷേകമുള്ളവൻ വചനം പഠിപ്പിച്ചാൽ, പ്രസംഗിച്ചാൽ, അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലൊരു ചലനമുണ്ടാകും. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തുടങ്ങും. പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തിരുന്നത് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയുമാണ്. രാജാക്കന്മാർ ഒരിക്കലും പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ ചെയ്യാറില്ല. മറിച്ച് പുരോഹിതന്മാർ ഒരിക്കലും രാജാവായി തീർന്നിട്ടുമില്ല. എങ്കിൽ പോലും അവർക്ക് ലഭിച്ച ആ അഭിഷേകത്തിനകത്ത്, ആ അനോയിന്റിങ്ങിനകത്ത് അവർ ശക്തന്മാരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ട ഓരോരുത്തന്റെയും ഉള്ളിൽ കിടക്കുന്നത് ഈ രാജാവിൻ്റെയും പുരോഹിതന്റെയും കൂടെ ചേർന്നുള്ളൊരു അഭിഷേകമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എത്ര ശക്തന്മാരാണ് പുതിയ നിയമത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. പഴയ നിയമത്തിൽ ദൈവം ഒരു രാജാവിനെ മാത്രമാണ് വിളിച്ചിരുന്നത്, ഒരു പുരോഹിതനെ മാത്രമാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ മാത്രമാണ് വിളിച്ചിരുന്നത്, അവരെ അഭിഷേകം ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ രാജകീയ പുരോഹിത അഭിഷേകം നമ്മുടെ മേൽ വീണ് കിടക്കുക. ഈ ദിവസങ്ങളിൽ മറ്റൊരുത്തന്റെ ശുശ്രൂഷയോ മറ്റൊരുത്തനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഭിഷേകമോ കണ്ട് അമ്പരന്ന് നിൽക്കാനല്ല എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. നമ്മുടെ ഉള്ളിൽ വീണ് കിടക്കുന്ന ഈ അഭിഷേകത്തെ, ഈ അനോയിന്റിങ്ങിനെ ഒന്ന് എക്സസൈസ് ചെയ്യുവാൻ, അത് നമ്മിൽ നിന്നൊന്ന് നിറഞ്ഞ് തുളുമ്പുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നാൽ അതിൽ തുടരണമോ അതിൽ വർദ്ധിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് അവനായിരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ശൗലിനെയും ദാവീദിനെയും നമുക്ക് എടുക്കാം. ശൗലിനെ ദൈവം വിളിച്ചു. അവന്റെ മേലൊരു രാജകീയ അഭിഷേകമിട്ടു. അവനെ വിളിച്ചതോ അവന്റെ മേൽ രാജാവിന്റെ അഭിഷേകം ഇട്ടതോ ഒന്നും അവൻ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അവൻ ആഗ്രഹിച്ചിട്ടോ പോലും അല്ല. നമ്മൾക്കിവിടെ കാണാൻ കഴിയും, രാജാവായിട്ട് അവനെ വാഴിക്കുന്നതിനൊക്കെ മുമ്പ് ശൗലിനെ അന്വേഷിച്ച് തപ്പി നടക്കുക, ശൗൽ ഒളിച്ചിരിക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം പൊക്കിയെടുത്ത് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. എല്ലാവരുടെ മുമ്പിൽ നിന്നും മാറി നടന്ന ഒരുവനെയാണ് ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അവന്റെ മേൽ ദൈവം രാജാവിന്റെ അഭിഷേകം ചൊരിഞ്ഞു. എന്നാൽ ആ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ, ആ അഭിഷേകത്തിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ശൗൽ വില കൊടുത്തില്ല. അവൻ തനിക്ക് ലഭിച്ച അഭിഷേകത്തെ സൂക്ഷിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവന് അനുഗ്രഹമായി ലഭിച്ച ആ രാജകീയ അധികാരം തന്നെ
അവന്റെ നാശത്തിന് ഇടയായി തീർന്നു. അവൻ അതിനകത്ത് നശിച്ചു പോകാൻ ഇടയായി തീർന്നു. നമ്മൾ ദാവീദിനെ എടുക്കാം. ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ ദാവീദിനെ അഭിഷേകം ചെയ്യണം. നീ അഭിഷേകത്തിന്റെ ആ തൈലക്കൊമ്പുമായി നീ യിശായിയുടെ ഭവനത്തിലേക്ക് പോകണം. ഞാൻ അവിടെ ഒരുവനെ കണ്ടിട്ടുണ്ട്. അവന്റെ മേൽ നീ തൈലക്കൊമ്പൊഴിക്കണം. ശമൂവേൽ പ്രവാചകൻ യിശായിയുടെ ഭവനത്തിൽ വരുന്നു എന്ന് വെച്ചാൽ ദാവീദിന്റെ വീട്ടിൽ വരുന്നു. അഭിഷേകത്തിന്റെ തൈലക്കൊമ്പുമായി അവന്റെ വീട്ടിൽ വന്നിട്ട് പോലും ദാവീദ് തിരിച്ചറിയുന്നില്ല അവന്റെ മേൽ കിടക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും അവന്റെ മേൽ ചൊരിയാൻ പോകുന്ന അഭിഷേകത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് അവൻ അറിയുന്നില്ല. എന്നാൽ എന്ന് ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വീണോ അന്നു മുതൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ തുടങ്ങി. അവൻ വീണു പല പ്രാവശ്യം. എന്നാൽ വീണപ്പോഴൊക്കെയും, തോറ്റുപോയപ്പോഴൊക്കെയും, പരാജയപ്പെട്ടപ്പോഴൊക്കെയും ദൈവത്തിന് മുമ്പിൽ നിലമ്പാട് വീണ് കിടന്ന ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ പൊട്ടിക്കരഞ്ഞു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. പരിശുദ്ധാത്മാവിന്, അഭിഷേകത്തിന് ദാവീദ് അത്രത്തോളം വില കൊടുത്തിരുന്നു. എന്തായി പറഞ്ഞതിന്റെ സാരം? നമ്മെ വിളിച്ചത് നാം അറിഞ്ഞില്ല, നമ്മെ രക്ഷിച്ചത്, നമ്മെ വിടുവിച്ചത്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, ദാസനായി നമ്മളെ പുത്രനാക്കി മാറ്റിയത്, ഇതൊന്നും നാം അറിഞ്ഞില്ല, ഇതിനൊന്നും നാം വില കൊടുത്തില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്, നമുക്ക് അഭിഷേകത്തെ തന്നത് ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. എന്നാൽ മറന്നു പോകരുത്, നമുക്ക് അഭിഷേകം ഫ്രീ ആയിട്ട് തന്നു, അനോയിന്റിങ് ഫ്രീ ആയിട്ട് തന്നു, പരിശുദ്ധാത്മാവിനെ ഫ്രീ ആയിട്ട് തന്നു. എന്നാൽ ഈ തന്ന പരിശുദ്ധാത്മാവിനെ, ഈ ആത്മനിറവിനെ നിലനിർത്തുവാൻ, ഈ അഭിഷേകത്തെ വർദ്ധിപ്പിക്കുവാൻ നാം വില കൊടുത്തേ മതിയാവത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. സാൽവേഷന്, അനോയിന്റിങ്ങിന്, ആത്മനിറവിനൊന്നും നാം വില കൊടുത്തില്ല. എന്നാൽ നമുക്ക് ലഭിച്ച അഭിഷേകത്തെ നിലനിർത്തുവാൻ, അതിനെ വർദ്ധിപ്പിക്കുവാൻ നാം വില കൊടുത്തേ മതിയാകത്തുള്ളൂ. എന്താണ് വില കൊടുക്കുക എന്ന് പറയുന്നത്? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അഭിഷേകത്തിന് വില കൊടുക്കണം, വിശുദ്ധിക്ക് വില കൊടുക്കണം. എന്താ വില കൊടുക്കുക എന്ന് പറയുന്നത്? നാം എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുവാണോ? നമുക്ക് എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവർ പോകുന്ന ഇടത്ത് എനിക്ക് പോകാൻ കഴിയത്തില്ല, മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവർ കാണുന്നത് ഒരുപക്ഷെ എനിക്ക് കാണാൻ കഴിയില്ല, മറ്റുള്ളവർ കേൾക്കുന്നത് എനിക്ക് കേൾക്കാൻ. അഭിഷേകമുണ്ട്, ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാം ഈസിയായി പോകണമെന്നില്ല. ദാവീദിന്റെ മേൽ അഭിഷേകം വീണ അന്നു മുതൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. അഭിഷേകം വീണ അന്നു മുതൽ മരിക്കുന്ന അന്നുവരെ കൊട്ടാരത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ശത്രുക്കൾ ദാവീദിനെ വേട്ടയാടി. സ്വന്തം മകൻ പോലും ദാവീദിനെതിരെയായി. ഇന്നും അതിന് മാറ്റമില്ല. നമ്മുടെ മേൽ അഭിഷേകമുണ്ടെന്ന് പറഞ്ഞ്, ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരാം, രോഗങ്ങളും കടഭാരങ്ങളും കടന്നു വരാം. എന്നാൽ അതൊന്നും നമ്മെ തകർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരുപാട് പേർ നമുക്കെതിരെ എഴുന്നേറ്റു എന്ന് വരാം, കൂട്ടുകാർ ശത്രുക്കളായി തീരാം, സ്നേഹിതർ അപവാദങ്ങളുമായി എഴുന്നേറ്റെന്ന് വരാം. പക്ഷെ അഭിഷേകമുള്ള, ദൈവകൃപയുള്ള നിന്നെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഇതിനൊന്നും സാധ്യമാകത്തില്ല. അവസാന വിജയം എപ്പോഴും അഭിഷേകമുള്ളവന്റെ കൂടെയായിരിക്കും. മിനിസ്ട്രിയുടെ, ശുശ്രൂഷയുടെ അവസാനമായെന്ന് ആൾക്കാർ ചിന്തിക്കുന്നിടത്ത്
എല്ലാം തകർന്നു, അവൻ നശിച്ചു എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നും ഒരു പുതിയ തുടക്കം നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമ്മെ വിളിച്ചിറക്കിയ വിശ്വസ്തനായ ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവാത്മാവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവാത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മെ ഇരുത്തിയ ഇടത്തു നിന്നും നാം താഴെ വീഴുന്നു. അതായത് പൊസിഷൻ നഷ്ടപ്പെടുന്നു. ദൈവാത്മാവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അനുസരണക്കേട് റിസൾട്ടായി ആ ബന്ധം നഷ്ടപ്പെടുന്നു. ബന്ധം നഷ്ടപ്പെടുമ്പോൾ പൊസിഷൻ നഷ്ടപ്പെടുന്നു. ഇത് നാം ഒരിക്കലും മറന്നു പോകാനിടയാകരുത്. ഇതാണ് ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവർ അനുസരണക്കേട് കാണിച്ചു, ആത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, അവന്റെ പൊസിഷനിൽ നമ്മൾ താഴെ വീണു. അഭിഷേകം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് അൺസ്റ്റോപ്പബിൾ ആണ്. അത് ആർക്കും തടയാൻ കഴിയത്തില്ല. ദാവീദിന്റെ കാര്യം എടുത്താൽ നമുക്ക് വളരെ വ്യക്തമായി അത് മനസ്സിലാകും. ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ അഭിഷേകത്തിന്റെ ആ തൈലക്കൊമ്പുമായി ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകാം, അവിടെ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെ പ്രവാചകൻ ഭയപ്പെടുകയാണ്. പ്രവാചകൻ ദൈവത്തോട് പറയുന്നു, ശൗൽ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് രാജാവ് ദാവീദിന്റെ മേൽ വീഴാൻ പോകുന്ന അഭിഷേകത്തിന് തടസ്സം നിൽക്കുകയാണ്. രാജാവ് മാത്രമല്ല, അവിടെ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ പോയാൽ എന്നെ കൊന്നുകളയും. അപ്പോൾ പ്രവാചകനും ദാവീദിന്റെ മേൽ വീഴാനുള്ള അഭിഷേകത്തിന് തടസ്സം നിൽക്കുകയാണ്. എന്നാൽ ദൈവം ശമൂവേൽ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. എന്നാൽ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദിന്റെ മേൽ വീഴുവാനുള്ള അഭിഷേകത്തിന് തടസ്സം നിൽക്കുകയാണ്. അവർ ദാവീദിനെ കുറിച്ച് ഓർക്കുന്നത് പോലുമില്ല. ദാവീദിന്റെ സഹോദരന്മാരെ മുന്നിൽ നിർത്തുകയാണ്. ഇനിയും ഒരു മകനുണ്ടെന്ന് അവരല്ല പറയുന്നത്. ദൈവാത്മാവ് പ്രവാചകനോട് പറയുക, ഇവരെ ആരുമല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് പ്രവാചകൻ ചോദിക്കുന്നതാണ്, ഇനിയും നിനക്കൊരു മകനുണ്ടോ? ഇവരെ ആരും ദൈവം കണ്ടിട്ടില്ല. അങ്ങനെയാണ് കാട്ടിൽ കിടക്കുന്ന, റിജക്റ്റഡ് ആയി കിടന്നിരുന്ന, ആരും അറിയാതിരുന്ന, അപ്പനും അമ്മയും പോലും മാറ്റിവെച്ചിരുന്ന അവൻ പുറത്തു വരുന്നത്. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം വീഴുവാൻ, നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചാൽ ഓർക്കുക, മനുഷ്യനിൽ നല്ല അഭിഷേകം വരുന്നത് അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് അൺസ്റ്റോപ്പബിൾ ആണ്. ഈ ലോകത്തിലെ ആരെല്ലാം വിചാരിച്ചാലും, ഒരു ശുശ്രൂഷകൻ വിചാരിച്ചാലും, അധികാരികൾ വിചാരിച്ചാലും, അപ്പനോ അമ്മയോ വിചാരിച്ചാലും, സഹോദരങ്ങൾ വിചാരിച്ചാലും, ആരെല്ലാം വിചാരിച്ചാലും നിന്റെ മേൽ വീഴുള്ള അഭിഷേകത്തെ തടയുവാൻ കഴിയത്തില്ല. കാരണം അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് ആർക്കും തടയുവാൻ കഴിയാത്ത ഒന്നാണ്. അഭിഷേകം നിലനിർത്തുന്നതിനെക്കുറിച്ചും അഭിഷേകം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും യേശു കർത്താവ് മനോഹരമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണത്. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണത്. 10 കന്യകമാരുടെ ഉപമ. അവിടെ പറയുന്നത്, സ്വർഗരാജ്യം മണവാളിനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെടുന്ന 10 കന്യകമാരോട് സാക്ഷ്യമാകും. അവരിൽ 5 പേർ ബുദ്ധി ഉള്ളവരും 5 പേർ ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 10 കന്യകമാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം കന്യക അല്ലെങ്കിൽ വെർജിൻ, അത് പ്യൂരിറ്റിയെ കാണിക്കുന്നു. അത് മറ്റു ട്രാൻസ്ലേഷനിലൊക്കെ പ്യൂരിറ്റി എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ 10 പേരും വിശുദ്ധിയുള്ളവരായിരുന്നു. 10 പേരും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്നവരായിരുന്നു. അവരെല്ലാം മണവാളനെ എതിരേൽക്കുവാൻ തയ്യാറായി വന്നവരായിരുന്നു. മണവാളന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നവരായിരുന്നു. നിഷ്കളങ്കരായിരുന്നു. കറയും ചുളുക്കവും മാലിന്യം ഒന്നും ഏൽക്കാത്തവരായിരുന്നു. എന്നാൽ അതിൽ തന്നെ 5 പേരെ
ബുദ്ധി ഇല്ലാത്തവർ എന്ന് പറയുന്നു. എന്താണ് കാരണം? ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയുന്നത് അവർ വിളക്കെടുത്തപ്പോൾ അതിൻ്റെ കൂടെ എണ്ണ എടുത്തു. ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത് അവരും വിശുദ്ധരാണ്, വെർജിനാണ്, എന്നാൽ വിളക്കെടുത്തപ്പോൾ അതിൻ്റെ കൂടെ എണ്ണ അവരെടുത്തില്ല. വിശുദ്ധി ഉള്ളപ്പോൾ തന്നെ ദൈവവചനം നമ്മോട് പറയുന്നത് നമുക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്, ഒരു ഒരുക്കം ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? പ്രാർത്ഥനയാലും ആരാധനയാലും വചനധ്യാനത്താലും നമ്മെ തന്നെ ഒരുക്കി 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 കാത്തിരിക്കുക. അവർക്ക് ആ പ്രിപ്പറേഷൻ ഇല്ലാതായി പോയി. അവർ ചിന്തിച്ചത് ഇന്നലത്തെ അഭിഷേകം മതി ഇന്നും എന്നവർ ചിന്തിച്ചു. ബൈബിളിൽ എണ്ണയെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു നമുക്കറിയാം. അപ്പോൾ വിളക്കോടുകൂടി അവർ എണ്ണ എടുത്തില്ല. എന്നാൽ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി വിളക്കിനകത്ത് എണ്ണ ഉള്ളപ്പോൾ തന്നെ ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഡീഷണൽ സപ്ലൈ അവർക്കുണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്തവർക്ക് ഒരു അഡീഷണൽ സപ്ലൈ ഇല്ലാതായിപ്പോയി. ഒരു ഫ്രഷ് അനോയിന്റിങ് അവർക്ക് ഇല്ലാതായിപ്പോയി. ഇന്നലത്തെ അനോയിന്റിങ്ങിനെ അവർ ഡിപ്പെൻഡ് ചെയ്തു. ഇന്ന് ഒരു ഫ്രഷ് അനോയിന്റിങ് അവർക്ക് ഇല്ലാതെയായിപ്പോയി. എങ്ങനെയാ ഫ്രഷ് അനോയിന്റിങ് ഉണ്ടാകുന്നത്? ഒരു ഫ്രഷ് റിലേഷൻഷിപ്പിലൂടെ മാത്രമേ, പരിശുദ്ധാത്മാവുമായി ദൈനംദിനമായ ഒരു ബന്ധത്തിലൂടെ മാത്രമേ ഒരു ഫ്രഷ് അനോയിന്റിങ് നമുക്കുണ്ടാകത്തുള്ളൂ. ഇന്നലകളിൽ അഭിഷേകം കൊണ്ട് ഇന്ന് എനിക്ക് ഓടാൻ കഴിയില്ല. ഇന്നലകളിൽ ഞാൻ പ്രാപിച്ച ദൈവവചനത്താൽ എനിക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, അവർക്ക് മന്ന ലഭിക്കുമ്പോൾ നിങ്ങൾ അന്നേക്കുള്ള മന്ന മാത്രം കളക്ട് ചെയ്യുക. അത് പിറ്റേന്ന് അത് ക്രമിച്ചു പോകും. ദിവസവും മന്ന അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. മന്ന കാണിക്കുന്നത് ദൈവവചനമാണ്. അപ്പോൾ അത് അവർ ഓരോ ദിവസവും അന്നേക്കുള്ളത് അവർ കളക്ട് ചെയ്യണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ എവിടേക്കോ പിഴച്ചു പോകുന്നത്. നമ്മുടെ വിളക്ക് എവിടേക്കോ കെട്ടുപോകുന്നതിൻ്റെ കാരണം, എവിടേക്കോ കരിന്തിരി പോകുന്നതിൻ്റെ കാരണം, നാം മുന്നോട്ട് ഓടുന്നതിന് ആവശ്യമായ ഊർജം, പരിശുദ്ധാത്മാവ്, ഈ അഭിഷേകം, അതിൻ്റെ സപ്ലൈ എവിടേക്കോ മുറിയുന്നുണ്ട്. എവിടേക്കോ അതിൻ്റെ ഒഴുക്ക് നിൽക്കുന്നുണ്ട്. എവിടേക്കോ ഡ്രൈ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ശുശ്രൂഷയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയാത്തത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ശോഭിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതാണ്. താഴോട്ട് വായിക്കുമ്പോൾ, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാം എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധിയില്ലാത്തവരുടെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോകുന്നതാണ്. അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ കത്തിയതുപോലെ ഇന്ന് കത്താൻ പറ്റുന്നില്ല. ഇന്നലെ ശോഭിച്ചതുപോലെ ഇന്ന് ശോഭിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ആത്മാവിൽ ആരാധിച്ചതുപോലെ, ഇന്നലെ ആത്മാവിൽ ഓടിയതുപോലെ ഇന്ന് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. പലരും പറയുന്നതാണ്, പലരിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആത്മീയ ജീവിതത്തെ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എവിടേക്കോ താളപ്പിഴകൾ, എവിടേക്കോ പരാജയപ്പെട്ടു പോകുന്നു, എവിടേക്കോ വീണു പോകുന്നു, എവിടേക്കോ തളർന്നു പോകുന്നു. എന്താ കാരണം?
എന്താ വിളക്ക് കെട്ടുപോകാൻ കാരണം? ഇന്നലത്തെ നിന്റെ എണ്ണയെ നീ ആശ്രയിച്ചു, ഇന്നലത്തെ നിന്റെ അഭിഷേകത്തെ നീ ആശ്രയിച്ചു. ഇന്ന് ഒരു പുതിയൊരു അഭിഷേകം നിന്നിലേക്ക് വരുവാൻ തക്കവണ്ണം അതുവേണ്ടി നീ പ്രിപ്പയർ ചെയ്തില്ല, നിന്നെ തന്നെ നീ ഒരുക്കിയില്ല. ബുദ്ധിയുള്ളവർ പറയുന്നത്, ഞങ്ങളിൽ നിന്നും എണ്ണ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും പോരാതെ വരും, നിങ്ങൾക്കും പോരാതെ വരും. അതുകൊണ്ട് വിൽക്കുന്നവരടുക്കൽ ചെന്ന് ഇത് വാങ്ങുകയും. അപ്പോൾ ഇവർക്ക് ഈ എണ്ണ എവിടെ നിന്ന് കിട്ടി? അവരത് വാങ്ങിയതാ. വാങ്ങിയെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അതിനൊരു വില കൊടുത്തതാ. അതാണ് ബുദ്ധി ഇല്ലാത്തവരോട് പറയുന്നത്, നിങ്ങൾ പോയി വാങ്ങുവീൻ, കാരണം ഇത് വില കൊടുക്കേണ്ടതാ. ഞാൻ ആദ്യമായി പറഞ്ഞത്, രക്ഷ സൗജന്യമായിരുന്നു, അഭിഷേകവും പരിശുദ്ധാത്മാവും ഒക്കെ നമുക്ക് സൗജന്യമായി തന്നു. എന്നാൽ ഈ അഭിഷേകത്തെ മുറിഞ്ഞു പോകാതെ, ഇത് ഡ്രെയിൻ ഔട്ടായി പോകാതെ, ഇതിനെ നിലനിർത്തുവാൻ, ഈ അഭിഷേകത്തെ വർദ്ധിപ്പിക്കുവാൻ നാം വില കൊടുത്തേ മതിയാവത്തുള്ളൂ. ബുദ്ധിയുള്ളവർ അവർ ഇതിനു വേണ്ടി വില കൊടുത്തവരാ. തങ്ങളുടെ അഭിഷേകത്തെ നിലനിർത്തുവാൻ, ആ അഭിഷേകത്തിൻ്റെ ആ സപ്ലൈ, ആ ഒഴുക്ക് മുറിഞ്ഞു പോകാതെ ദിനവും നിലനിർത്തുവാൻ അവരുടെ ജീവിതത്തിൽ അവർ എവിടേക്കോ വില കൊടുത്തവരാ. അവരുടെ സുഖങ്ങളോ അവരുടെ സൗകര്യങ്ങളോ ഒക്കെ അവർ എവിടെയൊക്കെയോ വില കൊടുത്തവരാ. മറ്റുള്ളവർ ജീവിതമൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ, ഈ ലോകം അവർ ആസ്വദിക്കുമ്പോൾ, ഈ ലോകത്ത് നിന്ന് അവർ പലതും വലിച്ചു കുടിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നടന്നവരാ ബുദ്ധിയുള്ളവർ. പലരും പലതും എൻജോയ് ചെയ്യുമ്പോൾ അതിൽ എൻജോയ് ചെയ്യാൻ കഴിയാതെ, പലരും പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ മാറി നടന്നവരെയാ ബുദ്ധിയുള്ളവർ എന്ന് ദൈവം വിളിക്കുന്നത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, എനിക്ക് 2 വള്ളത്തിൽ കാല് ചവിട്ടാൻ പറ്റില്ല. ഈ ലോകത്തിൻ്റെ വള്ളത്തിലും വചനമെന്ന വള്ളത്തിൽ എനിക്ക് കാല് ചവിട്ടി നിൽക്കാൻ പറ്റില്ല. ലോക മോഹങ്ങളിലും എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല. സ്വർഗീയമായ നന്മയിലും രണ്ടും ഒരുപോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പലപ്പോഴും എനിക്ക് വരൾച്ച ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, എവിടേക്കോ ഞാൻ വില കൊടുക്കുന്നില്ലല്ലോ. ബുദ്ധിയുള്ളവർ പറയാ, നിങ്ങൾ വില കൊടുക്കണം, അഭിഷേകത്തിന് നിങ്ങൾ വില കൊടുക്കണം. അഭിഷേകം നിങ്ങൾ വർദ്ധിക്കണമെങ്കിൽ, അഭിഷേകത്തിൽ നിങ്ങൾ നനഞ്ഞു കുതിയണമെങ്കിൽ, അഭിഷേകത്തിൽ നിങ്ങൾ കവിഞ്ഞൊഴുകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വില കൊടുത്തേ മതിയാവത്തുള്ളൂ. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സ്ഥിതിക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്നവർ, പ്രിപ്പയർഡ് ആയിരുന്നവർ മണവാളിന് കൂടെ അകത്ത് കടന്നു, വാതിലടഞ്ഞു. പിന്നെ എണ്ണയുമായി വന്നവർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. അവർ വന്ന് കൊട്ടുമ്പോൾ മണവാളൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വിശുദ്ധിക്ക് വല്ല കുറവുണ്ടായിരുന്നോ? വേർപാട് പാലിച്ചില്ലേ? വെർജിൻ അല്ലായിരുന്നോ? പ്യുവർ അല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നിന്നെ അറിയത്തില്ല എന്ന് പറയുന്നത്? എവിടേക്കോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കട്ടായി പോയത് നീ അറിഞ്ഞില്ല. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊള്ളുമ്പോൾ അതോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നിലനിൽക്കുക. നാം ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ മണവാളന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളിൽ മറ്റൊരു ഉപമ യേശു കർത്താവ് പറയുന്നുണ്ട്. പുതിയ തുണി പഴയ തുണിയോട് ചേർത്ത് തുന്നാറില്ല, അതുപോലെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിയും. പുതിയ തുണി പഴയ തുണിയോട് ചേർത്ത് തുന്നിയാൽ ആ തുണി ആകപ്പാടെ കീറിപ്പോവും. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്?
നമുക്ക് അഭിഷേകം വേണം. അഭിഷേകത്തിൽ നിലനിൽക്കണം. ഒരു ഫ്രഷ് അനോയിന്റിങ് വേണം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് ഒഴുകി ഇറങ്ങി വരണം. പക്ഷെ എൻ്റെ തുരുത്തി പഴയതാണെങ്കിൽ ആ അഭിഷേകം കിട്ടിയിട്ടും കാര്യമില്ല. എൻ്റെ തുരുത്തി പൊളിയും, ഞാൻ പൊളിഞ്ഞു പോകും, ഞാൻ നശിച്ചു പോകും. നമുക്ക് വേണ്ടത് ഒരു ന്യൂനെസ് ആണ്. ഈ കോഴ്സിലേക്ക് നിങ്ങൾ വന്നപ്പോൾ, ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് ആവശ്യമായിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു പുതുക്കം. നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി സമർപ്പിക്കാം. അതിനുവേണ്ടിയാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് വന്നതല്ല. ബൈ ചാൻസിൽ നിങ്ങൾ ഇതിനകത്ത് എത്തിയതല്ല. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്. എത്രയോ പേർ ഇതിൽ നിന്ന് പുറത്തു പോകുമ്പോഴും നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നതിന്റെ കാരണം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതാണ്. നിങ്ങൾ മറ്റൊന്നും നോക്കിയല്ല, ഒരു മനുഷ്യനെ നോക്കിയല്ല ഇതിനകത്ത് നിൽക്കുന്നത്, മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയല്ല ഇതിനകത്ത് നിൽക്കുന്നത്. നമ്മൾ അഭിഷേകം വർദ്ധിക്കുവാൻ, അഭിഷേകം നിലനിൽക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് പുതുക്കാം. നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. ദൈവത്തോടൊന്ന് നിലവിളിക്കാൻ, കർത്താവേ, ഈ തുരുത്തിയെ ഒന്ന് പുതുക്കണമേ. നിന്റെ അഭിഷേകം എന്നിലേക്ക് പകരുന്നതിന് മുമ്പ് തന്നെ, പുതിയ എന്തൊക്കെയോ എന്നിൽ തുന്നിച്ചേർക്കുന്നതിന് മുമ്പ്, പുതിയ കൃപാവലങ്ങൾ എന്നിൽ ചേർക്കുന്നതിന് മുമ്പ്, പുതിയതൊന്ന് തുന്നിച്ചേർക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പുതുതാക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാർത്ഥമായി ആത്മാവിൽ നിറഞ്ഞ് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന് വിശ്വസ്തരായ വേലക്കാരെ വേണം. വചനം ഇങ്ങനെ പറയുന്നത്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, എന്നാൽ വേലക്കാരെ ചുരുക്കം. എന്നാൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊയ്ത്ത് ഉള്ളതിനേക്കാളും അധികം വേലക്കാർ ഒരുപാടുണ്ട്. എന്നാൽ ദൈവം നോക്കുന്നത് വിശ്വസ്തരായ വേലക്കാരെയാണ്. നമുക്കതിലൊരുവനാകാൻ കഴിയുമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ഒന്ന് വിളി കേൾക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒന്ന് ഒരുക്കാൻ തയ്യാറാകുമോ? നാം ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ഒരു വിശ്വസ്തനായ ദാസനായി ദൈവകരങ്ങളെ ഏൽപ്പിക്കുവാൻ. ദൈവത്തിന്റെ വയലിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരെ ദൈവം നോക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു. ഒരു ശുശ്രൂഷകന്റെ ഒരു കുപ്പായം എടുത്തിട്ട് ഇറങ്ങിയാൽ ദൈവം അറിയില്ല നമ്മെ. ദൈവം നോക്കുന്നത് വിശ്വസ്തനാണോ, എൻ്റെ വയലിൽ വിശ്വസ്തയോടാണോ നിൽക്കുന്നത്, ഞാൻ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ അവൻ ട്രേഡ് ചെയ്യുന്നുണ്ടോ, വ്യാപാരം ചെയ്യുന്നുണ്ടോ? ഇതാ ദൈവം നമ്മെക്കുറിച്ച് നോക്കുന്നത്. ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ ഇതാ കാണേണ്ടത്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന വചന പരിജ്ഞാനം, ഞാൻ എത്രത്തോളം വിശ്വസ്തയോടെ ഞാൻ വ്യാപാരം ചെയ്യുന്നുണ്ട്, ഞാൻ എത്രത്തോളം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. ഇതാ ഓരോ ശുശ്രൂഷക്കാരിലും ദൈവം നോക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ സ്പിരിറ്റ് ലെഡ് മിനിസ്ട്രി എന്ന ഈ സബ്ജക്റ്റ് ഇന്നിവിടെ അവസാനിക്കുമ്പോൾ പ്രാർത്ഥനയോടെ, ഇത് ഒരു സബ്ജക്റ്റ് പഠിച്ചു എന്ന് ഉള്ളതിനേക്കാൾ, അല്ല ഒരു കോഴ്സ് ചെയ്തു എന്നതിനേക്കാളൊക്കെ ഉപരിയായി ഇതിൽ നിന്നും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ എനിക്ക് എന്ത് കിട്ടി, എനിക്ക് ലഭിച്ച ഈ അറിവുകൾ എനിക്ക് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതാണ് നാം നോക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നുണ്ട്. ഒരുപാട് പേർ യൂട്യൂബിലൂടെ തന്നെ, വാട്സപ്പിലൂടെ, നേരിട്ട് വിളിച്ചും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേർ പറയുന്നു, ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമാണ്, നിങ്ങൾ ബ്ലെസ്ഡ് ആകുന്നുണ്ട് എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ എൻകറേജിങ് ആണ്. നിങ്ങളുടെ കമൻസുകൾ, നിങ്ങൾക്ക് മറ്റൊന്നും ഞങ്ങൾക്ക് തരാൻ കഴിയില്ല. നിങ്ങൾക്ക് തരാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വിലയേറിയ കമൻസ്. കാരണം ഇത് വലിയൊരു ഊർജമാണ്. ഒരുപാട് എഫേർട്ട് എടുത്താണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന ആ പ്രോത്സാഹന വാക്കുകൾ പിന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനമാവും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.